ബിജെപിയിലേക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ കടന്നു വരുന്നത് ഇപ്പം സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം അറിയാതെയാണ് ദേശീയ നേതൃത്വം ഇവരെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച്. അല്ല, നിങ്ങളുടെ അജണ്ട ചർച്ച ചെയ്യാനല്ല ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്. നിങ്ങളുടെ നിഗൂഢമായ അജണ്ട ചർച്ച ചെയ്യാനല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ NDAയുടെ അജണ്ട ചർച്ച ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ നിഗൂഢമായ അജണ്ട മടക്കിയിട്ട് നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം NDA കേരളത്തിൽ ഒരിക്കലും ഗതി പിടിക്കരുതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. കുഷ്ഠരോഗികളുടെ മനസ്സാണ് നിങ്ങൾക്ക്. ദയവായിട്ട് ആ മനസ്സ് നിങ്ങൾ ഉപേക്ഷിക്കണം. ആ അജണ്ടയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾ വ്യാപകമായിട്ട് LDFും UDFും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അവരുടെ മനസ്സ് ശുദ്ധമല്ല. കള്ളപ്രചരണമാണ് നടക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ആദ്യത്തെ 2 മാസം മുമ്പ് തന്നെ എന്തെല്ലാം ഗൂഢാലോചന നടന്നു. എന്തായി അവസാനം? കേസുകളെല്ലാം സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കേസുകളടക്കം കേരള പോലീസ് എടുത്തു. എന്തായി? നിങ്ങൾ അന്വേഷിക്കുക. മാധ്യമപ്രവർത്തകർ തന്നെ കൊടുത്ത കേസാണ്. എന്തായി? ആ ചാനലാണ് ഇപ്പോൾ വീണ്ടും CK പത്മനാഭൻ്റെ പേരും പറഞ്ഞു വരുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കുണ്ട്. ഏത് ചോദ്യത്തിൻ്റെ എല്ലാ ചോദ്യത്തിനും ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ ആ ഉദ്ദേശം മടക്കി പോക്കറ്റിൽ വയ്ക്കുക. ഞങ്ങളത് ഏറ്റുപിടിക്കാൻ തയ്യാറില്ല. ശരിയായ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ശരിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത്. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരാണ്. അത്തരം കള്ളപ്രചാരണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതിവിടെ വിജയിക്കില്ല. വേറെ വല്ല ചോദിച്ചു? രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചോദിച്ചു. സൗത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും നോർത്ത് ഈസ്റ്റും എല്ലാം ഭാരതീയ ജനതാ പാർട്ടി കീഴടക്കി കഴിഞ്ഞു. മനസ്സിലായില്ലേ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും വടക്ക് കിഴക്കും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഒരേ ഒരു ദേശീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. കഴിഞ്ഞ തവണയും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ഒറ്റക്കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത്തവണ അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ബിജെപിക്ക് ബൂത്ത് തലത്തിൽ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകർ മേഖലയിലേക്ക് പ്രവർത്തിച്ചു വരുമ്പോൾ അവിടെ കോൺഗ്രസിൽ നിന്ന് കെട്ടിയിറക്കിയ നേതാക്കളെ ബിജെപിക്കാർ പ്രതിഷ്ഠിക്കുന്ന ഒരു ആരോപണമുണ്ട്. ബിജെപിയെ നന്നാക്കാൻ മീഡിയ വണ്ണും കൈരളി ചാനലൊന്നും ശ്രമിക്കണ്ടെന്ന്. BJPയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആ പണിയെടുക്കുക. ഞങ്ങളെ നന്നാക്കാൻ എന്നുള്ള പേരിൽ നടത്തുന്ന ഉപദേശങ്ങൾ വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. മതി. അതിനൊക്കെ മറുപടി. അതൊക്കെ എല്ലാം സുതാര്യമായിട്ട് അവിടെ ഉണ്ടല്ലോ. അതിൽ അമിത്ഷാ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ എല്ലാം വായിക്കണം. ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയും രാജ്യവ്യാപകമായിട്ടുള്ള വേരുകളുള്ളൊരു പാർട്ടിയും ഒറ്റ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്കറിയാലോ. മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായി ചാമ്പ്യന്മാരായി നടക്കുന്ന തൊഴിലാളികളുടെ പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ചെറുകിട പാർട്ടികൾക്ക് പോലും എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അവിടെയൊക്കെ പോയിട്ട് ആദ്യം അന്വേഷിച്ചിട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്നത്. അതിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി നിങ്ങൾ നോക്കിയാൽ അറിയാലോ. വൈകാതെ ആവും. അതിനെക്കുറിച്ചും ആരും വേവലാതിപ്പെടേണ്ട. 28-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തുടങ്ങുന്നത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്? ആണല്ലോ തമിഴ്നാട്ടിൽ. അതിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വയനാട്ടിൽ അവരോട് നേരത്തെ ഒരു ചോദ്യം വന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ളത്? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നിടത്ത് എന്തിനാണ് ആനി രാജ മത്സരിക്കുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി തോറ്റാൽ അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതാവില്ലേ? ഇത്രമാത്രം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്, LDFും UDFും ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളിൽ അകപ്പെട്ട
ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് LDFിൻ്റെയും UDFിൻ്റെയും പ്രസക്തി തന്നെ ഇല്ലാതാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. അവസാനമായ ഒരു ചോദ്യമുണ്ട്. സുരേഷ് ഗോപി ബന്ധപ്പെട്ട് 2015 സുരേഷ് ഗോപി അട്ടപ്പാടിയിലെ ഗോഞ്ചൂരിൽ വന്ന് ആ ഊര് ദത്തെടുക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഊരിൽ നിവാസികൾ. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ മറുപടിയില്ല. എന്തറിയോ, സുരേഷ് ഗോപിയെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ ബാക്കി മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായല്ലോ. ഇത് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണമാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വോട്ടർമാർക്കുണ്ട്. വേറെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ജോലി മാധ്യമപ്രവർത്തനമാണ്, അത് നിങ്ങൾ മറക്കരുത്. അടുത്ത അല്ലല്ല സുരേഷ്, ഞാൻ പറഞ്ഞു ഒരു സുരേഷ് ഗോപിക്കെതിരെ മാത്രമല്ലെന്ന്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ പറയുന്നു, ആറ്റിങ്ങലിൽ വി മുരളീധരനെതിരെ പറയുന്നു. അവർക്ക് ഭയം തുടങ്ങിയിരിക്കുന്നു. കാരണം കേരളത്തിൽ BJP വിജയിച്ചു വരുന്നു, NDA വിജയിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ വെപ്രാളം കാണിക്കുന്നത്. അതെ, ആരും ആ ശ്രീകണ്ഠനെ പറ്റി ചോദിക്കുന്നില്ലല്ലോ. ആദർശ് ഗ്രാം യോജന എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഒരു കൊല്ലം ഒരു ഗ്രാമം ദത്തെടുക്കണം അല്ലേ, എന്നിട്ട് അവിടെ വികസിപ്പിക്കണം. എൻ്റെ കൂടെ വന്നാൽ ഞാൻ സുരേഷ് ഗോപി ദത്തെടുത്ത ഗ്രാമം കാണിച്ചു തരാം. കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ഞാൻ കാണിച്ചു തരാം. എന്ത് മനോഹരമായിട്ടാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. എൻ്റെ കൂടെ വന്നാൽ നളിൻ കുമാർ കാട്ടിയിലിനെ ഞാൻ കാണിച്ചു തരാം. ശോഭ കരന്തലാജിയെ ഞാൻ കാണിച്ചു തരാം. PT ഉഷ ദത്തെടുത്ത പിന്നെ കോട്ടയം ജില്ലയിലെ ഏതാ ഗ്രാമം, പള്ളിക്കത്തോട് പഞ്ചായത്ത് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ വികസനമാണ് നടന്നിരിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP ഇവിടെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു 19 സീറ്റിൽ ഏതെങ്കിലും ഒരു MP ദത്തെടുത്ത ഒരു ഗ്രാമം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? MP അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശേഷം ചെയ്തു. അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. വേറെ ചോദിച്ചോ. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. അതൊക്കെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്തിനാണ്? ജനങ്ങളാണ് യജമാനന്മാർ.